നടി കബനിയുടെ ഭർത്താവും നടനും നാടകപ്രവർത്തകനുമായ കെ.വി. വിജേഷ് വിടവാങ്ങി. മരണം കുട്ടികളെ അഭിനയം പഠിപ്പിക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും താരത്തെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പ്രശസ്ത നാടക കലാകാരൻ കെ.വി. വിജേഷ് അന്തരിച്ചു. 49 വയസ്സായിരുന്നു. എറണാകുളം തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെ നാടക പരിശീലനം നടത്തുന്നതിനിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു താരം. ഉടൻ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നാടക രചയിതാവ്, സംവിധായകൻ, അഭിനയ പരിശീലകൻ കൂടാതെ മികച്ച നാടൻപാട്ട് രചയിതാവും ഗായകനും കൂടിയായിരുന്നു അദ്ദേഹം. സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനശേഷമാണ് നാടകമേഖലയിൽ സജീവമാകുന്നത്. ഭാര്യയും നാടകപ്രവർത്തകയും നടിയുമായ കബനിയുമായി ചേർന്ന് രൂപം നൽകിയ തിയേറ്റർ ബീറ്റ്സിലൂടെ വിദ്യാർത്ഥികൾക്കിടയിൽ നാടക പരിശീലനവുമായി കടന്നു ചെന്ന കലാകാരനായിരുന്നു വിജേഷ്. നിങ്ങളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പ, പെരുത്ത ഭൂമിയുടെ ഉള്ളിലുള്ളിൽ ഒരു ചെറിയ ഭൂമിയുണ്ട് തുടങ്ങിയ പാട്ടുകളുടെ രചയിതാവായ വിജേഷ് കോഴിക്കോട് പുതിയറ സ്വദേശിയാണ്. ജനിച്ചു എന്നതും നേരാ, നമ്മൾ മരിക്കും എന്നതും നേരാ. ജനിച്ചു എന്നതും നേരാ, നമ്മൾ മരിക്കും എന്നതും നേരാ. ഇടയ്ക്ക് വെച്ച് നാം പോണം, എല്ലാം മടക്കി വെച്ചു നാം പോണം. നിരവധി സിനിമകൾക്ക് വേണ്ടിയുള്ള അഭിനയ പരിശീലന കളരികളുടെ നേതൃത്വവും അദ്ദേഹം വഹിച്ചു. മങ്കി പെൻ, മൽഗുഡി ഡേയ്സ്, മൈ ഗോഡ്, മൈ ഗ്രേറ്റ് ഫാദർ, ഗോൾഡൻ കോയിൻ, പുള്ളിമാൻ, ആമി, ക്ലിന്റ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് നടന പരിശീലനങ്ങൾ നൽകിയിരുന്നു. അവിര റബേക്കയുടെ തകരച്ചണ്ട എന്ന ചിത്രത്തിൽ പാട്ടെഴുതിയാണ് ആദ്യമായി വിജേഷ് സിനിമാ രംഗത്തേക്ക് കടക്കുന്നത്. ഏകമകൾ സൈറ, അച്ഛൻ വിജയൻ, അമ്മ സത്യഭാമ. കോഴിക്കോട് ടൗൺഹാളിൽ പൊതുദർശനത്തിന് വച്ച മൃതദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനായി നിരവധി താരങ്ങളും കലാസാംസ്കാരിക നായകന്മാരും ഒഴുകിയെത്തി. നടൻ വിനോദ് കോവൂർ, നിർമ്മൽ പാലാഴി, സജി മിലേനിയം, വിജയൻ കോവൂർ, ഗായിക സിന്ധു പ്രേംകുമാർ അടക്കം ഒട്ടനവധി കോഴിക്കോടുള്ള കലാകാരന്മാരും നേരിട്ടെത്തി. ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 10 ലക്ഷം കടന്നിരിക്കുന്നു. സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ. നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.